ഫാഷൻ ലോകം ഒരു ചക്രവാതം പോലെയാണ്. പഴയ ട്രെൻഡുകൾ കാലാനുസൃതമായ മാറ്റങ്ങളോടെ തിരിച്ചെത്താറുണ്ട്. 1990കളുടെ അവസാനവും 2000ന്റെ തുടക്കത്തിലുമുള്ള ഫാഷൻ തരംഗം ഇപ്പോൾ വീണ്ടും വലിയ ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. പഴയ Y2Kയിൽ നിന്ന് വ്യത്യസ്തമായി 2025ലെ ഈ ട്രെൻഡ് കംഫർട്ട്, ഇൻക്ലൂസിവിറ്റി എന്നീ ഘടകങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. കളർഫുള്ളും ഫ്യൂച്ചറിസ്റ്റിക് ലുക്കുമായ ഒരു ശൈലിയായിരുന്നു 2000ന്റെ തുടക്കത്തിലെ ഫാഷൻ. മെറ്റാലിക് നിറങ്ങൾ, തിളങ്ങുന്ന ക്ലിപ്പുകൾ, വെലോർ ട്രാക്ക് സൂട്ടുകൾ, മിനി സ്കേർട്ടുകൾ, ഗ്രാഫിക് ടീഷർട്ടുകൾ, ലോ റൈസ് ബോട്ടംസ് തുടങ്ങിയവയാണ് അന്നത്തെ ഫാഷന്റെ പ്രധാന പ്രത്യേകതകൾ. എന്നാൽ വയറിനു താഴെ ധരിക്കുന്ന ലോ റൈസ് ജീൻസുകളും സ്കേർട്ടുകളും 2K ട്രെൻഡുകളിൽ എത്തുമ്പോൾ അല്പം ലൂസായും സ്ലൗച്ചി ഫിറ്റിലുള്ളവയുമാണ്. ഇത് സ്റ്റൈലും സൗകര്യവും ഒരുപോലെ നൽകുന്നു. ശരീരം ഒതുങ്ങിയ ക്രോപ്പ് ടോപ്പുകൾക്ക് പകരം ചെറിയ ഗ്രാഫിക് പ്രിന്റുകളുള്ള ബേബി ടീഷർട്ടുകൾക്ക് ഇന്ന് ഏറെ പ്രിയമാണ്. കാർഗോ പാൻസിനും വൈഡ് ലെഗിൻസിനും ഇത് മികച്ച കോമ്പിനേഷൻ നൽകുന്നു. സൈഡ് പോക്കറ്റുകളുള്ള ലൂസായ കാർഗോ പാൻറ്റുകളും പ്ലീറ്റഡ് മിനി സ്കേർട്ടുകളും ഓവർ സൈസ് സ്വെറ്ററുകൾക്കൊപ്പം ധരിക്കുന്നത് ജെൻസിയുടെ പ്രിയ ലുക്കാണ്. നിയോൺ നിറങ്ങൾ, പേസ്റ്റൽ ഷെയ്ഡുകൾ, മെറ്റാലിക് തുണികൾ, റൈൻസ്റ്റോൺ അലങ്കാരങ്ങൾ എന്നിവ വീണ്ടും വലിയ ട്രെൻഡ് ആവുകയാണ്. പഴയകാല Y2K ഫാഷൻ 0 സൈസിനോടായിരുന്നു. പക്ഷേ ജെൻസി എല്ലാ ശരീരക്കാർക്കും അനുയോജ്യമായ രീതിയിൽ ഈ ട്രെൻഡ് മാറ്റി അവതരിപ്പിച്ചു. മെഷ് ടോപ്പുകൾ, കട്ടിയുള്ള ടീഷർട്ടുകൾ, പടികളായ ധാരണ എന്നിവ 2025 Y2Kയുടെ പ്രധാനമായ അടയാളമാണ്. കൂടാതെ ഇന്ത്യയിലെ ആസ്ഥാനിക ഫാഷൻ ഐറ്റങ്ങളായ ബുഗാഡി കമ്മലുകൾ പോലുള്ള ട്രെൻഡുകളെയും ഉൾപ്പെടുത്തി ഇന്ത്യൻ എത്നിക് ടച്ച് കൊണ്ടുവരുന്നു. ഇന്ത്യൻ ആഭരണ പാരമ്പര്യത്തിൽ ഓരോ സംസ്ഥാനത്തിനും പറയാനുണ്ടാകും തനതായ സൗന്ദര്യ സങ്കല്പത്തിന്റെ കഥകൾ. അത്തരത്തിൽ മഹാരാഷ്ട്രയുടെ പൈതൃകത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായി നിൽക്കുന്ന ഒരു പരമ്പരാഗത ആഭരണമാണ് ബുഗാഡി. ചെവിയുടെ താഴത്തെ പാളിയിൽ അണിയുന്ന സാധാരണ കമ്മലുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെവിയുടെ മുകൾ ഭാഗത്ത് ധരിക്കുന്ന ഈ കൊച്ചു കമ്മൽ ഇന്ന് ആധുനിക ഫാഷൻ ലോകത്തെ പുതിയ താരമായി മാറിക്കഴിഞ്ഞു. പരമ്പരാഗതമായി വധുവിന്റെ അണി അലങ്കാരങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു ബുഗാഡി. സ്വർണത്തിലോ വെള്ളിയിലോ നിർമ്മിച്ച മുത്തുകളും രത്നങ്ങളും പതിപ്പിച്ച ചെറുതും നേർത്തതുമായ ഈ കമ്മലുകൾ ചെവിയുടെ മുകൾ ഭാഗത്ത് പ്രത്യേക രീതിയിലാണ് ധരിക്കുന്നത്. ജെൻസിയുടെ ഫാഷൻ കാഴ്ചപ്പാട് വളരെ ലളിതമാണ്. പാരമ്പര്യം ആധുനികതയുമായി കൂടിച്ചേരുമ്പോൾ അത് തനതായ ഒരു ശൈലിയായി മാറുന്നു. ബുഗാഡിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. സ്വന്തം വേരുകളെയും പൈതൃകത്തെയും അറിയാനും ആഘോഷിക്കാനും ജെൻസി എന്നും മുന്നിലാണ്. മുത്തശ്ശിമാരുടെ ആഭരണപ്പെട്ടിയിൽ നിന്ന് ബുഗാഡിയെ പുറത്തെടുത്ത് തങ്ങളുടെ ദൈനംദിന ഫാഷന്റെ ഭാഗമാക്കുന്നതും അവരുടെ സാംസ്കാരിക പാരമ്പര്യത്തോടുള്ള ആദരവ് കൂടിയാണെന്ന് പറയാം. കാതുകുത്താൻ മടിയുള്ളവർക്കും കാർട്ടിലേജ് പിയേഴ്സിംഗ് വേദനയില്ലാതെ അണിയാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ഇന്ന് ക്ലിപ്പ് ഓൺ ബുഗാഡികൾ വിപണിയിൽ ലഭ്യമാണ്. കമ്മലുകൾ ധരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാതുകുത്താത്ത ചെവിയിലും ഇത് എളുപ്പത്തിൽ ധരിക്കാം. ഇത് ആധുനിക ഫാഷൻ ലോകത്ത് ബുഗാഡിയുടെ പ്രചാരം കുത്തനെ വർദ്ധിപ്പിക്കുന്നു. ബോളിവുഡ് താരങ്ങളും പ്രമുഖ ഫാഷൻ ഇൻഫ്ലുവൻസർമാരും പരമ്പരാഗത മറാഠി നാത്തിനോടൊപ്പം ബുഗാഡി അണിയാൻ തുടങ്ങിയത് ഈ ആഭരണത്തിന് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു. ജെൻസികൾക്കിടയിൽ ഇപ്പോൾ വലിയ തരംഗമായ കോൺസ്റ്റലേഷൻ പിയേഴ്സിംഗ് അഥവാ ചെവി നിറയെ കമ്മലുകൾ ട്രെൻഡിങ്ങിൽ. താഴത്തെ പാളിയിൽ ധരിക്കുന്ന സ്റ്റഡുകൾക്ക് ഒരു ഹെറിറ്റേജ് ടച്ച് നൽകാൻ ബുഗാഡികൾ ഉപയോഗിക്കുന്നു. അതായത് പാശ്ചാത്യ ശൈലിയിലുള്ള മൾട്ടിപ്പിൾ പിയേഴ്സിങ്ങിനെ ഒരു ഇന്ത്യൻ പൈതൃക ആഭരണം ഉപയോഗിച്ച് സന്തുലിതമാക്കുന്നു. 2025ലെ Y2K ഫാഷൻ വെറുമൊരു നൊസ്റ്റാൾജിയ അല്ല, അത് സൗകര്യപ്രദമായ ധാരണാശൈലിയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഫാഷൻ കാഴ്ചപ്പാടും ആഘോഷിക്കുന്ന പുതിയ തലമുറയുടെ സ്റ്റൈലാണ്.